പ്രിയമുള്ളവരെ, യൂണിവേഴ്സ് ലൈറ്റിന്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളെ കേൾക്കുന്ന പലരിലും പല പ്രശ്നങ്ങൾ അലട്ടുന്നവർ ഉണ്ടാകും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിൽ വിഷാദം ഉണ്ടാക്കുന്ന ചിന്തകൾ അവസാനിപ്പിച്ചു പോസിറ്റീവ് മനസ്സോട് വളരെ ശാന്തതയോട് ജപിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും. ഇന്ന് പറയുന്നത് സാമ്പത്തികം വളരെ വേഗം നിങ്ങളെ തേടി വരുന്ന 2 സ്വിച്ച് വേഡുകളാണ്. സുഹൃത്തുക്കളെ, ഇനി പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഇനിയും പറയുന്നത് കേൾക്കുക. 3 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പല സുഹൃത്തുക്കളും വീണ്ടും ഇതേ സംശയങ്ങൾ ചോദിക്കുന്നതിനാൽ ആണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. 1. സ്വിച്ച് വേഡുകൾ ഏതൊക്കെ രീതിയിൽ സഹായകരമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരുന്നു. 2. ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്ന സ്വിച്ച് വേഡുകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ജപിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു തരുന്നു. 3. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജപിക്കുവാൻ തയ്യാർ ആകുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ജപിക്കണം എന്നും ഞങ്ങൾ പറഞ്ഞു തരുന്നു. ആദ്യം സ്വിച്ച് വേഡുകൾ ഏതൊക്കെ രീതിയിൽ സഹായകരമാണ് എന്ന് നോക്കാം. നിങ്ങൾ എന്തിനാണ് സ്വിച്ച് വേഡുകൾ ഉപയോഗിക്കേണ്ടത്? ചെറിയതും വലുതുമായ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലുള്ള നിങ്ങളുടെ ജീവിതത്തിലെ എന്തിനും സ്വിച്ച് വേഡുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിയിലോ ബോസിലോ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജോലി കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക കുഴപ്പത്തിൽ നിന്നോ കടത്തിൽ നിന്നോ പുറത്തുവരാൻ നിങ്ങളെ സഹായിക്കും. നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനോ മോശം ബന്ധം മെച്ചപ്പെടുത്തുന്നതിനോ ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയും. മനസ്സമാധാനം കൊണ്ടുവരാനും നിങ്ങളെ സന്തോഷവാനും ആരോഗ്യവാനും സമ്പന്നനുമാക്കാനും രോഗശാന്തിക്കും വിദ്യാഭ്യാസം എന്നിങ്ങനെ നാനാവിധത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സ്വിച്ച് വേഡുകൾ ഒരു മനുഷ്യൻ സഹായകരമാണ്. അതുകൊണ്ട് സ്വിച്ച് വേഡുകൾ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത്. രണ്ടാമതായി, ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞിരിക്കുന്ന സ്വിച്ച് വേഡുകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ജപിക്കണം എന്നാണ് പറയുന്നത്. സ്വിച്ച് വേഡുകൾ ആവർത്തിച്ച് വിശ്വാസത്തോട് 51 അല്ലെങ്കിൽ 108 തവണയോ അതിൽ കൂടുതലോ ജപിക്കാം. വളരെ തിരക്കുള്ളവർ അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്ന ചില മികച്ച പുസ്തകങ്ങളിൽ ചില സ്വിച്ച് വേഡുകൾ 11 തവണ ജപിക്കുവാനും നിർദ്ദേശിക്കുന്നുണ്ട്. രണ്ടാമതായി, നിങ്ങളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ റിംഗ് ടൂൺ ആയോ മെസ്സേജിന്റെ ടൂൺ ആയോ സെറ്റ് ചെയ്തു വച്ചിട്ട് മെസ്സേജ് വരുമ്പോൾ എല്ലാം അത് ശ്രദ്ധിക്കുക. മൂന്നാമതായി, നിങ്ങൾ ഉറങ്ങുമ്പോൾ പേപ്പറിൽ എഴുതി തലയിണയ്ക്കടിയിൽ വയ്ക്കുക. നാലാമതായി, ഒരു ഗ്ലാസ് വെള്ളത്തിനു മുകളിൽ ജപിച്ചു കുടിക്കുക. അഞ്ചാമതായി, നിങ്ങൾ ഒഴിവുള്ളപ്പോഴെല്ലാം മാനസിക മന്ത്രം ജപിക്കുക. ആറാമതായി, സ്വിച്ച് വേഡുകൾ ഒരു ഈണം നൽകി ഒരു ഗാനമായി നിങ്ങൾക്ക് പാടാം. അടുത്തതായി, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജപിക്കുവാൻ തയ്യാർ ആകുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ജപിക്കണം എന്ന് പറയാം. ഒന്നാമതായി, ജപിക്കുന്ന സമയത്ത് അവരെ സ്പർശിക്കുക അല്ലെങ്കിൽ ഇടതു കൈയിൽ അവരുടെ മുഖം ദൃശ്യവൽക്കരിക്കുക. രണ്ടാമതായി, ഒരു ഗ്ലാസ് വെള്ളത്തിനു മുകളിൽ 51 തവണ മന്ത്രം ജപിച്ച് അവരെ അത് കുടിക്കാൻ കൊടുക്കുക. മൂന്നാമതായി, ഒരു കടലാസിൽ സ്വിച്ച് വേഡുകൾ എഴുതി ആ വ്യക്തിയുടെ തലയിണയ്ക്കടിയിൽ വയ്ക്കുക. ഇപ്പോൾ എല്ലാവർക്കും സ്വിച്ച് വേഡുകളെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം ധനപരമായ നേട്ടങ്ങൾ വേഗത്തിൽ നൽകുന്ന സ്വിച്ച് വേഡുകളാണ്. നിങ്ങളുടെ ആവശ്യത്തിനോ ജീവിത സാഹചര്യത്തിനോ അനുസരിച്ച് നിങ്ങൾക്ക് ഈ 2 സ്വിച്ച് പദങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാകരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസങ്ങളോ ഒരു ആഴ്ചയോ കഴിഞ്ഞ് നിങ്ങളുടെ സ്വിച്ച് പദങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് തുടരുക. നിങ്ങളുടെ സംശയങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങുകയും സ്വിച്ച് പദങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് തോന്നാൻ തുടങ്ങുകയും ചെയ്യും. ഈ സ്വിച്ച് വേഡുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക സമൃദ്ധി കൊണ്ടുവരും. ദിവ്യ ജാക്ക്പോട്ട് എന്നാൽ അത് വേഗത്തിൽ സംഭവിക്കുമെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുമെന്നും അർത്ഥമാക്കുന്നു. റഷ് ഓൺ എന്നാൽ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നും ഇവിടെ അർത്ഥമാക്കുന്നു. ഈ സ്വിച്ച് വേർഡ് ദിവസം 51 പ്രാവശ്യം 21 ദിവസം ആവർത്തിച്ച് ജപിക്കുക. ഇത് ജപിക്കുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വളരെ വേഗം നിങ്ങളെ തേടി വരുന്നു, അത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഉബോധമനസ്സിനെ വിശ്വസിക്കുന്ന തരത്തിൽ ജപിക്കണം. ജപിക്കും മുൻപ് കുറച്ചു നേരം കണ്ണുകൾ അടച്ചു സാമ്പത്തികം നിങ്ങളിൽ എത്തിക്കഴിഞ്ഞതായി ഈ സാമ്പത്തികം ഉപയോഗിച്ച് നിങ്ങൾ ജീവിതത്തിൽ നേടിയ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുക. അതിനുശേഷം സന്തോഷത്തോട് കണ്ണ് അടച്ചു മറ്റൊന്നും ശ്രദ്ധിക്കാതെ ജപിച്ചു തുടങ്ങുക. 2 കൈകളിലെയും വിരൽ കൊണ്ട് ജപിക്കുമ്പോൾ ചെവികൾ അടച്ചുവച്ച് സ്വിച്ച് വേർഡ് ജപിച്ചാൽ മറ്റ് ശബ്ദങ്ങൾ കേൾക്കാതെ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ തന്നെ കേട്ടുകൊണ്ട് സ്വിച്ച് വേർഡ് ജപിക്കാൻ കഴിയും. ഇത് ഞങ്ങൾ ജപിക്കുമ്പോൾ സ്വയം ശീലിച്ച ഒരു ചെറിയ ട്രിക്കാണ്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നതായി അപ്പോൾ തോന്നും. ആ സൗണ്ടിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായി സങ്കൽപ്പിച്ചു ജപിക്കുക.
മറ്റാരും ശല്യമാകാത്ത ഒരു സ്ഥലം തിരഞ്ഞു എടുത്തു ജപിക്കുക. മനസ്പാകം ആകുവാൻ ചെറിയ മെഡിറ്റേഷൻ ചെയ്ത ശേഷവും ജപം ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ സ്വിച്ച് വേഡുകൾ എന്താണ് എന്ന് വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ആദ്യം ഈ ചാനലിൽ നിന്നും അങ്ങനെയുള്ള വീഡിയോസ് കണ്ടതിനു ശേഷം ജപിക്കുന്നത് കൂടുതൽ നിങ്ങൾക്ക് ഗുണകരമാണ്. പ്രിയമുള്ളവരെ, സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുന്ന വീഡിയോസ് മുൻപും ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർ അതുകൂടെ ജപിക്കുക. പ്രിയമുള്ളവരെ, അടുത്തതായി പറയുന്നതും സ്വിച്ച് വേഡുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക വളർച്ച കൊണ്ടുവരുന്ന മറ്റൊരു സ്വിച്ച് വേർഡ് ആണ്. നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ള ഒരു നിശ്ചിത തുക ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തുക മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം വിചാരിച്ച ശേഷം ജപിക്കുക. ഇങ്ങനെ 2 മിനിറ്റ് കുറഞ്ഞത് സന്തോഷത്തോട് ആലോചിച്ച ശേഷം ജപിക്കുക. റിലീസ് ഇവിടെ എടുത്തുകളയുക എന്നാണ് അർത്ഥമാക്കുന്നത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നത് നിങ്ങൾക്ക് പണം ലഭിക്കുന്നതിലെ തടസ്സത്തെ ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് ധനം വന്നു ചേരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധിയെയും മാറ്റിക്കളയുന്നു എന്നതാണ് ഈ സ്വിച്ച് വേഡ് ജപിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം. പ്രിയമുള്ളവരെ, ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പ്രയോജനകരമായ വിഷയവും പരിഹാരവുമായി നമുക്ക് വീണ്ടും കാണാം. Stop.